മഞ്ഞളണിഞ്ഞ ഓർമ്മകൾ. തെക്കൻ കേരളത്തിലെ ഒരു ശാന്തമായ ഗ്രാമമായിരുന്നു കുളപ്പള്ളി. പച്ചപ്പണിഞ്ഞ പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും നിറഞ്ഞൊഴുകുന്ന പുഴയുമുള്ള മനോഹരമായ ഒരിടം. അവിടെ കാലം സാവധാനം ഒഴുകി നീങ്ങുന്നതുപോലെ തോന്നി. ആ ഗ്രാമത്തിലെ ഒരു പഴയ തറവാട്ടുവീടായിരുന്നു മാധവം. വർഷങ്ങളുടെ പഴക്കമുണ്ടായിരുന്നെങ്കിലും മാധവം ഇപ്പോഴും തലയുയർത്തി നിന്നു. ആ വീട്ടിലായിരുന്നു ലക്ഷ്മിയമ്മയുടെയും മകൻ ഉണ്ണിയുടെയും ജീവിതം. ലക്ഷ്മിയമ്മയ്ക്ക് 70 വയസ്സ് കഴിഞ്ഞിരുന്നു. വെളുത്ത മുടിയും ചുളിവുകൾ വീണ മുഖവും അവരുടെ അനുഭവങ്ങളുടെ കഥകൾ പറഞ്ഞു. എങ്കിലും ആ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു, സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും തിളക്കം. ഉണ്ണിക്ക് 35 വയസ്സുണ്ട്. അവൻ കൃഷിക്കാരനായിരുന്നു. മണ്ണിനെ സ്നേഹിക്കുകയും അതിൽ നിന്ന് അന്നം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു നല്ല മനുഷ്യൻ. മാധവത്തിലെ ഓരോ ദിവസവും പതിവ് തെറ്റാതെ ഒഴുകി നീങ്ങി. രാവിലെ ലക്ഷ്മിയമ്മ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കും. ഉണ്ണി പാടത്തേക്ക് പോകും. ഉച്ചയ്ക്ക് അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. വൈകുന്നേരങ്ങളിൽ ലക്ഷ്മിയമ്മ പഴയ കഥകൾ പറയും. ഉണ്ണി അത് ശ്രദ്ധിച്ചിരിക്കും. അവരുടെ ലോകം ചെറുതായിരുന്നു, പക്ഷെ സന്തോഷം നിറഞ്ഞതായിരുന്നു. എന്നാൽ കാലം എല്ലാറ്റിനെയും മാറ്റും. ഒരു ദിവസം ഉണ്ണിയുടെ ഒരു സുഹൃത്ത് അവനെ കാണാൻ വന്നു. അവൻ ഗൾഫിൽ ജോലിയുള്ള ഒരാളായിരുന്നു. ഗൾഫിലെ നല്ല ശമ്പളത്തെക്കുറിച്ചും അവിടെയുള്ള സൗകര്യങ്ങളെക്കുറിച്ചും അവൻ ഉണ്ണിയോട് പറഞ്ഞു. ഉണ്ണിയുടെ മനസ്സിൽ ഒരു മോഹം നാമ്പിട്ടു. അമ്മയെ നല്ല രീതിയിൽ നോക്കാനും കുറച്ചുകൂടി വസതിയായി ജീവിക്കാനും കഴിഞ്ഞെങ്കിൽ. ഉണ്ണി ഈ ആഗ്രഹം ലക്ഷ്മിയമ്മയോട് പറഞ്ഞു. ആദ്യമൊക്കെ അവർക്ക് വിഷമമായിരുന്നു. മകനെ പിരിഞ്ഞിരിക്കാൻ അവർക്ക് കഴിയില്ലായിരുന്നു. പക്ഷേ ഉണ്ണിയുടെ നിർബന്ധത്തിനു വഴങ്ങി അവർ സമ്മതിച്ചു. ഗൾഫിൽ പോകാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ദിവസങ്ങൾ പെട്ടെന്ന് കടന്നുപോയി. യാത്രയുടെ ദിവസം അടുത്തെത്തി. ലക്ഷ്മിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഉണ്ണിയമ്മയുടെ കാൽക്കൽ വീണു അനുഗ്രഹം വാങ്ങി. ആ നിമിഷം അവരുടെ ഹൃദയത്തിൽ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നതുപോലെ തോന്നി. ഉണ്ണി ഗൾഫിലെത്തി. ആദ്യത്തെ കുറച്ചു ദിവസങ്ങൾ അവന് പുതിയ ലോകമായിരുന്നു. തിരക്കുള്ള നഗരം, വ്യത്യസ്ത സംസ്കാരങ്ങൾ, പുതിയ ആളുകൾ. പക്ഷേ പതിയെ പതിയെ അവന് ഏകാന്തത അനുഭവപ്പെട്ടു തുടങ്ങി. അമ്മയുടെ ഓർമ്മ അവനെ അലട്ടി. ലക്ഷ്മിയമ്മയാണെങ്കിൽ ഓരോ ദിവസവും ഉണ്ണിയുടെ കത്ത് കാത്തിരുന്നു. മകന്റെ ശബ്ദം കേൾക്കാൻ അവർ ആകാംക്ഷയോടെ ഫോണിന്റെ അടുത്തിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. ഉണ്ണി കുറച്ചൊക്കെ പണം സമ്പാദിച്ചു. അവൻ നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചു. അമ്മയെ കാണാനുള്ള ആഗ്രഹം അവനെ കൂടുതൽ ആകാംക്ഷാഭരിതനാക്കി. അവൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഒടുവിൽ ആ ദിവസം വന്നെത്തി. ഉണ്ണി നാട്ടിലെത്തി. അവൻ നേരെ മാധവത്തിലേക്ക് പോയി. വീടിന്റെ കതക് തുറന്നപ്പോൾ അവൻ കണ്ട കാഴ്ച അവനെ ഞെട്ടിച്ചു. ലക്ഷ്മിയമ്മ കസേരയിലിരുന്നു ഉറങ്ങുകയായിരുന്നു. അവരുടെ മുഖത്ത് ഒരു വിളർച്ചയുണ്ടായിരുന്നു. അടുത്ത് ഒരു പഴയ ഫോട്ടോ ഇരിപ്പുണ്ടായിരുന്നു. ഉണ്ണിയുടെ കുട്ടിക്കാലത്തെ ഒരു ചിത്രം. ഉണ്ണിയമ്മയെ വിളിച്ചു. അമ്മേ. ലക്ഷ്മിയമ്മ പതിയെ കണ്ണു തുറന്നു. മകനെ കണ്ടപ്പോൾ അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഉണ്ണി, നീ വന്നോ? അവരുടെ ശബ്ദത്തിന് ഒരു തളർച്ചയുണ്ടായിരുന്നു. ഉണ്ണി ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു. അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അമ്മേ, എനിക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്തു. അമ്മയുടെ മറുപടി അവനെ കൂടുതൽ വേദനിപ്പിച്ചു. എനിക്കും മോനെ, നിന്നെയും ഈ വീടിനെയും ഒരുപാട് മിസ് ചെയ്തു. ഉണ്ണി കുറച്ചു ദിവസം അമ്മയോടൊപ്പം മാധവത്തിൽ താമസിച്ചു. ആ ദിവസങ്ങളിൽ അമ്മയുടെ ആരോഗ്യം മോശമാണെന്ന് അവനറിഞ്ഞു. അവർക്ക് പഴയ ഊർജ്ജമില്ലായിരുന്നു. അവരുടെ ഓർമ്മകൾ ചിലപ്പോൾ മാഞ്ഞുപോയിരുന്നു. ഒരു വൈകുന്നേരം ഉണ്ണി അമ്മയോടൊപ്പം പൂമുഖത്തിരിക്കുകയായിരുന്നു. സൂര്യാസ്തമയത്തിന്റെ മഞ്ഞ വെളിച്ചം അവരുടെ മുഖത്ത് പതിച്ചു. ലക്ഷ്മിയമ്മ പതിയെ പറഞ്ഞു. മോനെ, ഈ വീട്, ഇത് നമ്മുടെ ഓർമ്മകളാണ്. നിന്റെ കുട്ടിക്കാലം, നിന്റെ അച്ഛന്റെ സ്നേഹം, എല്ലാം ഇവിടെയുണ്ട്. ഉണ്ണി അമ്മയുടെ കൈകളിൽ തലോടി. അമ്മ വിഷമിക്കണ്ട, ഞാനിനി എങ്ങോട്ടും പോകുന്നില്ല. നമുക്കിവിടെ തന്നെ താമസിക്കാം. ലക്ഷ്മിയമ്മ പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. പിന്നീട് ഉണ്ണി അമ്മയെ കൂടുതൽ ശ്രദ്ധിച്ചു. അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമുണ്ടാക്കിക്കൊടുത്തു. പഴയ പാട്ടുകൾ പാടിക്കേൾപ്പിച്ചു. അവളെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി. പതിയെ പതിയെ ലക്ഷ്മിയമ്മയുടെ മുഖത്ത് ഒരു തെളിച്ചം വന്നു. ഒരു ദിവസം ഉണ്ണിയമ്മയുടെ പഴയ പെട്ടികൾ തുറക്കുകയായിരുന്നു. അതിലൊന്നിൽ മഞ്ഞനിറത്തിലുള്ള ഒരു പഴയ സാരി അവൻ കണ്ടു. അത് ലക്ഷ്മിയമ്മയുടെ വിവാഹസാരിയായിരുന്നു. ആ സാരിയിൽ കാലത്തിന്റെ അടയാളങ്ങൾ പതിഞ്ഞിരുന്നു. ഉണ്ണി ആ സാരിയെടുത്ത് അമ്മയുടെ അടുത്തേക്ക് പോയി. അമ്മേ, ഇത് നോക്കൂ. ലക്ഷ്മിയമ്മ ആ സാരിയിൽ തലോടി. അവരുടെ കണ്ണുകളിൽ ഒരു നനവ് പടർന്നു. എന്റെ മോന്റെ അച്ഛൻ എനിക്ക് തന്ന ആദ്യത്തെ സമ്മാനമാണിത്. ഈ മഞ്ഞ നിറം, ഇത് സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നിറമാണ്. അമ്മയുടെ വാക്കുകൾ ഉണ്ണിയുടെ ഹൃദയത്തിൽ ഒരു നേർത്ത വേദനയുണ്ടാക്കി. കാലം എത്ര വേഗമാണ് പറന്നുപോകുന്നത്. അങ്ങനെ ഉണ്ണിയും ലക്ഷ്മിയമ്മയും വീണ്ടും മാധവത്തിൽ ഒരുമിച്ച് ജീവിച്ചു. കാലം അവരെ കൂടുതൽ അടുപ്പിച്ചു. ഓർമ്മകൾക്ക് മഞ്ഞളിന്റെ നിറമുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു. കാലം മായ്ക്കാത്ത സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും മധുരമുള്ള ഓർമ്മകൾ. ആ ഓർമ്മകൾ അവരെ എന്നും ഒരുമിപ്പിച്ചു നിർത്തി.